ഫ്ലൈറ്റിന്റെ ആ ഒരു ക്യാബിനിലേക്ക് ഫസ്റ്റ് ടൈം കയറിയിരുന്ന ഒരു നിമിഷല്ലേ, ആ ഒരു നിമിഷത്തിൽ എന്താ തോന്നിയത്? അത് എനിക്ക് എന്താ പറയുക, ഐ കാണ്ട് എക്സ്പ്രസ് ത്രൂ മൈ വേർഡ്സ്. കാരണം എനിക്ക് എൻ്റെ വാക്കുകളൂടെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത് ഫീൽ ചെയ്യണമെന്ന് പറയും. ലൈക്ക് ആ ഒരു ഡ്രീം മൊമെൻറ്റ്, ലൈക്ക് ഇത്രയും 10-21 വർഷം നിങ്ങൾ ഡ്രീം കണ്ട ആ ഒരു ഓഫീസിലേക്ക്, ആ ഒരു ഏരിയയിലോട്ട്, ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളത് ലൈക്ക് അൺഇമാജിനബിൾ ഫീലിംഗ് ആക്ച്വലി. നമ്മുടെ മലപ്പുറത്തിന് സ്വന്തമായിട്ടൊരു പൈലറ്റ് ഉണ്ട്, നിങ്ങൾക്കറിയോ? ഇന്ന് ഞാൻ മൂപ്പരെയാണ് അവിടെ കൊണ്ടുവരാൻ പോകണം. മൂപ്പരെന്ന് പറഞ്ഞ സമയത്ത് ഒന്നും വിചാരിക്കണ്ട, 22 വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ പയ്യനാണ്. 200 മണിക്കൂർ തുടർച്ചയായിട്ട് ഫ്ലൈറ്റ് പറത്തി എന്നുള്ള ഒരു അപൂർവ നേട്ടം കൂടി കൈവരിച്ചിട്ടുള്ള ആളാണ്. വേറെ ആരുള്ള നമ്മുടെ സ്വന്തം മുഹമ്മദ് അഫ്നാൻ. ഹായ്. നമസ്കാരം. എന്തൊക്കെ വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ അഫ്നാൻ. 200 മണിക്കൂർ ഫ്ലൈറ്റ് പറത്തി എന്നാണ് പറയപ്പെടുന്നത്. എന്താണ്, സത്യമാണോ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. സത്യമാണ്. അതെങ്ങനെ തുടർച്ചയായിട്ടാണോ ഫ്ലൈറ്റ്? അതെ, അത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. തുടർച്ചയായിട്ടല്ല, നമുക്കിതൊരു ഘട്ടം ഘട്ടമായിട്ടാണ്. ഇതിനൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഇപ്പം നൈറ്റിൽ ഇത്ര ഫ്ലൈ ചെയ്യണമെന്നുണ്ട്, ഡേയിൽ ഇത്ര ഫ്ലൈ ചെയ്യണം. സോളോ എന്ന് പറയും, ഒറ്റക്ക് നമ്മൾ എയർക്രാഫ്റ്റിൽ ഒറ്റക്ക് ഇത്ര മണിക്കൂർ 100 hours 100 മണിക്കൂർ ഒറ്റക്ക് ഫ്ലൈ ചെയ്യണമെന്നുണ്ട്. ബാക്കിയുള്ളത് ഇൻസ്ട്രക്ടറെ കൂടെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ മൾട്ടി എഞ്ചിൻ, ഡബിൾ എഞ്ചിനുള്ള 2 എഞ്ചിനുള്ള എയർക്രാഫ്റ്റിലും ചെയ്യണം. അപ്പോൾ ഇതൊരു പ്രൊസീജിയറാണ്. ഘട്ടം ഘട്ടമായിട്ട് ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട് ഇതിന് ഓരോ അവേഴ്സ്. പല ആളുകളും ഡൗട്ടാണ് 200 മണിക്കൂർ കണ്ടിന്യൂസ് ആണ്. അതാണ് 200 മണിക്കൂർ എന്ന് പറയുന്നത്. അതൊരു ലോങ് ആയിട്ടുള്ള ഒരു ടൈം പീരിയഡ് ആണ്. ഒരിക്കലും അല്ല, അത് നമുക്ക് ഘട്ടഘട്ടമായിട്ട് ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പാഷനും കൂടി ആയതുകൊണ്ട് അതൊരു വല്ലാത്തൊരു എന്താ പറയാ പാഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, എങ്ങനെയാണ് ഈ ഒരു സ്വപ്നത്തിലേക്ക്? ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് നമ്മളോട് ചോദിക്കും, എന്താണ് ഭാവിയിലാകാൻ ആഗ്രഹം? ടീച്ചറാണ്, പോലീസ് ആവണം, ചിലർ കള്ളനാവണം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പറയാറുണ്ട്. പൈലറ്റ് ആവണം, മന്ത്രി ആവണം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ പലരും പലയിടത്താണ് എത്തിപ്പെടുന്നുണ്ടാവുക. എങ്ങനെയാണ് അഫ്നാനിന്റെ ആ ഒരു ജേണി? എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇൻഫാച്വേഷൻ്റെ പുറത്ത് വന്ന ഒരാളല്ല. ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഡ്രീം ആൻഡ് പാഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആണ്. ഞാനൊരു പാഷൻ്റെ പുറത്ത് വന്ന ഒരാളാണ്. കാരണം എനിക്ക് ചെറുപ്പം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ എനിക്ക് ഇതിനോട് തന്നെയാണ് താല്പര്യം. ഇപ്പോൾ ടോയ്സ് വാങ്ങുകയാണെങ്കിൽ പോലും എപ്പോഴും ഞാൻ ഫ്ലൈറ്റ് അങ്ങനെ ഒരു ജീവിച്ചൊരു ആളാണ് ഞാൻ. ഇപ്പോഴും അതുപോലെ തന്നെ. ഞാൻ എങ്ങനെ ഇതിലോട്ട് എത്തിപ്പെട്ടു എന്നുള്ളത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒബ്വിയസ്ലി ആ ഒരു എയർക്രാഫ്റ്റ്, വിമാനത്തിനോടുള്ള ഒരു പ്രത്യേക ഒരു പ്രണയം. അതായത് ഇപ്പോൾ നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ പല നമ്മളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പൈലറ്റ്സിനെ കണ്ടിട്ടും അതുപോലെ തന്നെ ആ ഒരു എയർക്രാഫ്റ്റിനൊക്കെ കണ്ട ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ എനർജി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എയർക്രാഫ്റ്റ് അങ്ങോട്ട് ഒരു സ്പെഷ്യൽ എനർജി ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ഭയങ്കര ഒരു അതെ, എക്സാക്ട്ലി ആ മാഗ്നറ്റിക് അട്രാക്ഷൻ എന്ന് പറയുന്നത് പോലെ ആ ഒരു അട്രാക്ഷൻ വല്ലാതെ അടുത്ത് പോയി എന്ന് പറയാം. അപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു സ്പെസിഫിക് ഒരാളോട് ഉണ്ടാകുന്ന പ്രണയം പോലെ എനിക്കുണ്ടായൊരു പ്രണയം എന്ന് പറയുന്നത് അത്രയും ഡീപ്പായിരുന്നു. ആണിനും പെണ്ണിനും, അല്ലെങ്കിൽ പെണ്ണിനും പെണ്ണിനോട് ആണിനും ആണിനൊക്കെ പറയുന്ന പോലെ അഫ്നാന് വിമാനത്തിനോടായിരുന്നു. അത്ര ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അമ്മരി സിൻസിയർ ആയിരുന്നു, ഭയങ്കരമായിട്ട്. ഇപ്പോഴും ഞാൻ പറയാലോ. അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയായിരുന്നു. എൻ്റെ പഠനമായിക്കോട്ടെ, എല്ലാത്തിലായിക്കോട്ടെ, ഞാൻ ഐ എം എ പൈലറ്റ് എന്നുള്ള ലെവലിലായിരുന്നു ഞാൻ എൻ്റെ ലൈഫ് മൊത്തം നടന്നിരുന്നതും. ഇപ്പോഴും മാഷാഅല്ലാഹ് ഇപ്പോൾ അത് റിയാലിറ്റി ആയി, അൽഹംദുലില്ലാഹ്. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് എത്രയായി? ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മാസം കഴിഞ്ഞു. ആഫ്രിക്കയിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന് ഇവിടെ ഇന്ത്യയിലോട്ട് ലൈസൻസ് കൺവേർട്ട് ചെയ്തു. ഇന്ത്യൻ ലൈസൻസും കൂടി കിട്ടി. അതായത് ഇപ്പോൾ ഇന്ത്യൻ്റെ ഉള്ളിൽ അതുപോലെ പുറത്തേക്ക് ഇന്റർനാഷണൽ എല്ലാം എയർ ലെവലും ചെയ്യാം. അപ്പോൾ അവിടുത്തെ സൗത്ത് ആഫ്രിക്കൻ ലൈസൻസും ഉണ്ട്, ഇന്ത്യൻ ലൈസൻസും ഉണ്ട്. ഇന്ത്യൻ ലൈസൻസ് കിട്ടിയാൽ നമുക്ക് ഇവിടുത്തെ എയർലൈൻ കമ്പനീസിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും വിചാരിക്കരുത്, ഞാൻ പേഴ്സണൽ എന്ന രീതിയിലുള്ള ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചർ ആവാ, അല്ലെങ്കിൽ പോലീസ് ആവാ, അങ്ങനെ ഇതൊക്കെ ഒരു സാധാരണ ജോലി പോലെയാണ്. പക്ഷേ ഈ പൈലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിമാനത്തിൽ പോലും കയറാൻ സാധിക്കാത്ത കുറേ ആളുകളുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ഈ പൈലറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഡ്രീമാണ് അല്ലേ? അപ്പൊ അത് എത്തിപ്പെട്ട്, അത് നമ്മൾക്കറിയാം നമ്മുടെ ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുന്ന സമയത്ത് വല്ലാത്തൊരു ഒരു മനോഭാവം രൂപപ്പെടുന്ന അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നോ? അത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ചെറുപ്പത്തിൽ പല ഡ്രീം ഇങ്ങനെ പറയുന്ന സമയത്ത് പല ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ആളുകൾ നമ്മളൊരു കളിയാക്കിയിട്ടും ആ ഒരു ലെവലിലായിരുന്നു കണ്ടിരുന്നത്. പല ആളുകൾ ലൈക്ക് പൈലറ്റ് എന്നുള്ള ലെവലിൽ ഒരു പല ആളുകൾ നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും ഞാൻ പല ആളുകൾക്കും ഇപ്പോൾ ഒരാൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ കുറേ ആളുകൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ആ ഡ്രീമിനോട് വെറുത്ത് പോകുന്നുള്ളതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇവരിങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ഫയർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നുള്ളതാണ്. ആളിക്കത്തുക എന്നുള്ളതായിരുന്നു. അവർക്കൊക്കെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു ഒന്നും. അതെ, എത്ര ഉള്ളൂ. ഞാനെപ്പോഴും ലൈക്ക് മിനിമൈസ് ദ ഡയലോഗ്സ്,
ഡു മോർ ദ വർക്ക് എന്നുള്ള ആ ഒരു വിശ്വാസം ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതായിരുന്നു നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻസിൽ കാര്യം ശ്രദ്ധിക്കാതിരിക്കുക. ആളുകളെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ലൈക്ക് നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കണം, ഒറ്റ ലൈഫേ നമുക്കുള്ളൂ. നമ്മുടെ ആഗ്രഹം എന്താ നമ്മൾ തിരിച്ചറിയാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ പാഷന് പുറകെ പോയി, അതുപോലെ ആളുകൾക്ക് എന്താണോ പാഷൻ അതിൻ്റെ പുറകെ പോകുക എന്നുള്ളതാണ്. കാരണം അത് അച്ചീവ് ചെയ്യുക, അതാണ് ലൈഫിൽ സക്സസ്. പറഞ്ഞ കാലം ഇവിടെ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ ആ ജീവിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിക്കുക എന്നുള്ളതല്ലേ, ആഗ്രഹിച്ചതായി ജീവിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും. തീർച്ചയായിട്ടും. കുറെ കാലം കഴിയുന്ന സമയത്താണ് നമ്മൾ തിരിഞ്ഞു നോക്കുക, ഇത്രയും കാലം നമ്മൾ അതെ, അറ്റ്ലീസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. കാരണം നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാരണം എനിക്കതായാൽ മതിയായിരുന്നു, എനിക്ക് അതിലോട്ട് ശ്രമിച്ചാൽ മതിയായിരുന്നു, പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ലൈക്ക് അത് വേസ്റ്റ് ഓഫ് ടൈം, നമ്മൾ വേസ്റ്റ് ഓഫ് എനർജി എല്ലാം. കാരണം നമ്മൾ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുക. Like if you try 100%, you will achieve. And also if you have a great support system as well. അതെ. സപ്പോർട്ട് എങ്ങനെയാണ്? സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിരുന്നു. എസ്പെഷ്യലി എൻ്റെ പാരൻസ് ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടിങ് ടീം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഏവിയേഷനിൽ എൻ്റെ മെൻറ്ററായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു, എന്നെ എപ്പോഴും ഗൈഡ് ചെയ്യാനും എല്ലാം. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത്, എന്നെ ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഏവിയേഷനിൽ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം ഒക്കെ പറഞ്ഞുതരാൻ നമുക്ക് ആളുകളുണ്ടായിരുന്നു. ഭയങ്കര ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. സിൻസിയർ സപ്പോർട്ട് സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ലെവലിൽ എത്തിപ്പെടുന്നതാണ്. പക്ഷെ ആ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ പേരെ നമുക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മളെ വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞ പേരെ ഉണ്ടാവുള്ളൂ. ഏത് ഇയറിലാണ് ഈ ഏവിയേഷനിലേക്ക് വന്നിട്ടുള്ളത്? ഞാൻ +2 കഴിഞ്ഞ് 2021 ആ ഇയറിൽ 2021 +2 കഴിഞ്ഞ്. ആ സമയത്ത് തന്നെ ആയിരുന്നു ഞാൻ ഏവിയേഷൻ കോഴിക്കോട് ഒരു ക്യാപ്റ്റൻസ് ഇൻഡോ എന്നൊരു അക്കാഡമിയിൽ ഇതിന്റെ ഗ്രൗണ്ട് ട്രെയിനിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത് 2021 4 വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ 3 വർഷം. 3 വർഷത്തിന് 2024 ഓഗസ്റ്റിൽ കഴിഞ്ഞു പരിപാടികൾ എല്ലാം. ട്രെയിനിങ് കാര്യങ്ങൾ ആഫ്രിക്കത്തെ ട്രെയിനിങ്ങും ലൈസൻസും ഇന്ത്യൻ ലൈസൻസും എല്ലാം അന്ന്. തീർച്ചയായിട്ടും നമ്മൾക്കൊരു ഡ്രീം ഉണ്ട്, അതിന് പുറകെ നമ്മൾ പോകാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരിച്ച ചെലവ് തന്നെയാണ്. ഭയങ്കര ചെലവുണ്ട്. അല്ല, അത് ഇതിന്റെ ഒരു ഭയങ്കര ഒരു വലിയ ഭാഗം തന്നെയാണ്. ഇതിലാണ് ഈ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൽ പെടുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രെയിനിങ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഭാരിച്ച എമൗണ്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾക്കൊരു ഡ്രീം, നേരത്തെ പറഞ്ഞ ഒരു ഡ്രീം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കി, ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരെ എന്തുണ്ടെങ്കിലും നമ്മൾ മുന്നോട്ടാണ് നടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് അല്ലെങ്കിൽ പ്രകൃതി തന്നെ കൂടെ നിൽക്കും എന്നുള്ളത്. അതെ, അത് പ്രകൃതി എന്ന് പറയുമ്പോൾ പടച്ചോൻ. അതെ, ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, കാരണം ഓരോ മിനിറ്റിനും ചിലർക്ക് ഓരോ പാഷൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിപ്പെടില്ല. ഒറ്റ പാഷൻ, ഒറ്റ ഡ്രീം, നമ്മൾ ഒരാളിലോട്ട് കമ്മിറ്റഡ് ആവുമെന്ന് പറയുള്ളൂ. ലൈക്ക് എല്ലാവരും കാണുമ്പോൾ എല്ലാവരും കമ്മിറ്റഡ് ആവുക എന്നുള്ളതല്ല. ലൈക്ക് ഡസൻറ്റ് മേക്ക്. സോ കമ്മിറ്റഡ് ടു വൺ ആക്ഷൻ, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. ദെൻ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഫോക്കസ് ഓൺ വൺ, ഗ്രോ ദാറ്റ്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. നിങ്ങൾ 100% നിങ്ങൾ അത്രത്തോളം സിൻസിയറാണ്, അത്രത്തോളം നിങ്ങൾ മെൻ്റലി, നിങ്ങൾ ഫിസിക്കലി, ഇമോഷണലി മൊത്തം ഒരു 100% നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നെ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആക്കി എടുക്കാം. ചില ആളുകൾക്ക് ഡ്രീം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ജസ്റ്റ് സിറ്റിംഗ് ഓൺ ദ കൗച്ച് ലൈക്ക് സ്ക്രോളിങ് ത്രൂ റീൽസ് ആൻഡ് സംതിങ്, അവിടെ എവിടെ എത്തിപ്പെടില്ല. ഇപ്പോൾ ഇതിൽ തന്നെ പറയുമ്പോൾ കുറേ പൈസ ഉണ്ടെന്ന് വെച്ചിട്ടും ലൈക്ക് നമുക്കൊരു ആയിക്കൊള്ളണം എന്നില്ല. ലൈക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാനും മൈൻഡ് സെറ്റ്, ഞാൻ ഇതിനു വേണ്ടി എൻ്റെ എല്ലാം കൊടുക്കാൻ തയ്യാറാണെന്നുള്ള ലെവലിൽ എത്തിപ്പെടുന്ന ആളുകൾക്ക് ഏത് ഫീൽഡിൽ പോലും വിജയിക്കാൻ കഴിയുന്നതാണ്. കുറേ ലിമിറ്റേഷൻസ് എന്നെ കൊണ്ട് കഴിയുമോ അങ്ങനെ ഒരിക്കലും തോന്നിപ്പോയത്. കാരണം നമ്മളതിനെ ഡൗട്ട് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെങ്ങനെ നമ്മൾ ഡൗട്ട് അടിക്കും. കാരണം എസ്പെഷ്യലി നമ്മളെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റി നമുക്ക് പൊക്കി പറയാൻ മടിയാണ്. കാരണം നമ്മളെ പറ്റി തന്നെ നമുക്ക് നല്ലത് ഫീൽ ചെയ്താൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു കൾച്ചറിൽ വളർന്നു വന്ന ആളുകളാണ്. പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവരെ കൾച്ചർ എങ്ങനെ വെച്ചാൽ അവർ സ്വന്തം തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ് മോട്ടിവേഷൻ. അതെ, മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു വാക്കില്ല. ഞാൻ പറയുന്നത് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. ചെയ്യുന്ന കാര്യം നിങ്ങൾ എന്താണെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. കാരണം അപ്പോൾ നമുക്കിപ്പോൾ ഇന്നൊരു കാര്യം ഇന്ന് ചെയ്യണം, എസ്പെഷ്യലി ഫിറ്റ്നസ് പറയണം, വർക്കൗട്ട് ചെയ്യണം, എന്നും നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇനി 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്തു, ഇനിയിപ്പോൾ എനിക്ക് 2 ദിവസം റെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിനായിട്ട് പോകുക എന്നുള്ളതാണ്. അവിടെയാണ് വിജയം വരിക. അപ്പം അഫ്നാൻ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ജീവിക്കുന്ന മാതൃകയാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന തെളിവാണ് അല്ലേ? സക്സസിന്റെ ഒരു ആൾരൂപമാണ് അഫ്നാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എങ്ങനെയായിരുന്നു ആഫ്രിക്കയിലെ ലൈഫ്? അവിടെ ഒറ്റയ്ക്കല്ല പോയത്? അവിടെ ഒറ്റയ്ക്കായിരുന്നു പോയത്. കാലിക്കറ്റ് ഗ്രൗണ്ട് ക്ലാസ് കാര്യങ്ങൾ കഴിഞ്ഞു. 2022
2023 എക്സാംസും കാര്യങ്ങളും ഇന്ത്യൻ എക്സാംസും കാര്യങ്ങളും കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 2023 ആഫ്രിക്കയിൽ പോയിരുന്നത്. ഒരു എക്സാക്ട്ലി 1 ഇയർ കൊണ്ട് അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞു. ഞാൻ പോയിട്ടില്ല. അതെ, ഭയങ്കര ഉഷാറാണ്. എല്ലാം ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. ഫ്ലൈറ്റിന്റെ ആ ഒരു ക്യാബിനിലേക്ക് ഫസ്റ്റ് ടൈം കയറിയിരുന്ന ഒരു നിമിഷല്ലേ, അതെ, ആ ഒരു നിമിഷത്തിൽ എന്താ തോന്നിയത്? അത് എനിക്ക് എന്താ പറയുക, ഐ കാണ്ട് എക്സ്പ്രസ് ത്രൂ മൈ വേർഡ്സ്. കാരണം എനിക്ക് എൻ്റെ വാക്കുകളൂടെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത് ഫീൽ ചെയ്യണമെന്ന് പറയും. ലൈക്ക് ആ ഒരു ഡ്രീം മൊമെൻറ്റ്, ലൈക്ക് ഇത്രയും 10-21 വർഷം നിങ്ങൾ ഡ്രീം കണ്ട ആ ഒരു ഓഫീസിലേക്ക്, ആ ഒരു ഏരിയയിലോട്ട്, ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളത് ലൈക്ക് ഇറ്റ്സ് അൺഇമാജിനബിൾ ഫീലിംഗ് ആക്ച്വലി. കാരണം എനിക്കറിയില്ല എന്തൊരു ഫീലിംഗ് ആയിരുന്നു എന്നുള്ളത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മിക്സ്ഡ് ഓഫ് വിത്ത് ഓൾ ഇമോഷൻസ്. എല്ലാ ഇമോഷനും കൂടെ ഒരുമിച്ച് വന്നൊരു ഫീലായിരുന്നു. ഐ കാണ്ട് എക്സ്പ്രസ്. പൈലറ്റിന്റെ ആ സീറ്റിൽ ഇരുന്നിട്ട് താഴോട്ട് നോക്കിയപ്പോ അപ്പൊ മറ്റൊരു ഫീൽ ഉണ്ടായില്ലേ? അതെ, കാരണം നമ്മൾ മേലെന്ന് കാണുന്ന ഒരു വേൾഡും, അതായത് ആ ഒരു പൈലറ്റിന്റെ സീറ്റിൽ ഇരിക്കുന്നതും യാത്രക്കാരുടെ സീറ്റിൽ ഇരിക്കുന്നതും രണ്ടും വ്യത്യസ്ത അനുഭവങ്ങളാവും. പകലും മാറ്റമുണ്ട്, അതിലേറെ മാറ്റമുണ്ടെന്ന് പറയും. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറയല്ലോ, കാരണം അതൊരു എന്താ പറയുക, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ്. കാരണം നമ്മൾ മേലെന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ബ്രെത്ത് ടേക്കിങ്. കാരണം പറയാലോ, അമ്മമാര് എന്താ പറയുക, എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് നമ്മൾ ഫീൽ ചെയ്യണം, അത് കണ്ടിട്ട് തന്നെ പറയണം എന്നറിയാലോ. കാരണം എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കരമായിട്ട് എൻ്റെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവർക്കും അത് ആയിക്കോളണം എന്നില്ല, പക്ഷേ ഞാൻ അത്രത്തോളം പാഷനായിട്ട് ആയതുകൊണ്ടാവാം. ലൈക്ക് പേഴ്സ്പെക്റ്റീവ് രണ്ടാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് എയർക്രാഫ്റ്റിൻ്റെ ബാക്കിൽ ഇരുന്ന് പോകാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. എനിക്കത് ഭയങ്കര ബോറിങ്ങാണ്. ബട്ട് ഇൻ ഫ്രണ്ട് ഞാൻ 100 വർഷം അതിൻ്റെ ഉള്ളിലിരിക്കാൻ ഞാൻ തയ്യാറാണ്. എപ്പോഴും ഞാൻ ഫ്ലൈറ്റ് കണ്ടാലും ഞാൻ എപ്പോഴും പോയി നോക്കും ഏത് ഫ്ലൈറ്റാണ് പോകുന്നത്. നമുക്ക് റഡാർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ഏത് ഫ്ലൈറ്റാണ് എവിടുന്ന് എങ്ങോട്ട് പോകുന്നു, എത്ര ഉയരത്തിൽ പറക്കുന്നു, എത്ര സ്പീഡിൽ അത് പോകുന്നു, എപ്പോഴും നോക്കും. അത് എനിക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ ചെറിയ കുട്ടികൾ, ഇപ്പം ഇവിടെ ചെറിയ കുട്ടികൾ അതിലൂടെ വിമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പോണ വിമാനം എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ അതുപോലെ തന്നെയാണ്. എനിക്കൊരു മടിയില്ല പറയുന്നത്. കാരണം അതാണ് എൻ്റെ പാഷൻ, അതാണ് എൻ്റെ ഡ്രീം. കാരണം അതിൽ ഞാൻ ആളുകളിനെ എന്ത് പറഞ്ഞാലും ലൈക്ക് ഇറ്റ്സ് ഫൈൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്രത്തോളം ഒബ്സസ്ഡ് ആണ് ഈ സംഭവത്തിനോട്. ഇതാണ് എനിക്ക് ഹാപ്പിനെസ് തരുന്നത്. സോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അഫ്നാന്റെ ആ ഒരു സന്തോഷം, ലക്ഷ്യത്തിലെത്തി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ആ ഒരു മൊമെന്റിലാണ് ഇപ്പോൾ അഫ്നാൻ നിൽക്കുന്നത്. എന്തായാലും ഇനിയും ഉയരങ്ങൾ കീഴടക്കുക. നമ്മളിപ്പോൾ എത്തിപ്പെട്ടുന്ന അത് ഫുൾ സ്റ്റോപ്പ് അല്ല. അതെ, ഒബ്വിയസ്ലി വി ഹാവ് ടു ഗ്രോ. പോണം, ഇനിയും കുറേ പോകാനുണ്ട്. ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ കാവലുണ്ടാവട്ടെ. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും പിൻവാങ്ങാതെ, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.